ഗ്യാസ് കിട്ടുന്നില്ല എന്നാ പറയും. യുദ്ധം കാരണം ഗ്യാസ് കിട്ടുന്നില്ല അങ്ങനെ പറയും. ഇതിൻ്റെ ഹോട്ടൽ ഉടമ അതുപോലെ ജീവനക്കാരൊക്കെ വലിയ പ്രയാസത്തിലേക്ക് പോകുന്നു. അവരൊക്കെ നാട്ടിലേക്ക് പോകാൻ പോവാണ്. ഇനി തുറക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് കട ഇനി തുറക്കാൻ കഴിയില്ല. ഇന്നും കൂടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിക്കൊണ്ട് വേണം ഈ പാചകവാതകത്തിൻ്റെ ക്ഷാമം നമുക്ക് മനസ്സിലാക്കാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലാണ്. ഇവിടെയൊക്കെ ആളുകൾ വലിയ ഒരു പ്രയാസം പറയുന്നുണ്ട്. ഒരു ദിവസം 3 സിലിണ്ടറുകളെങ്കിലും ഇവിടെ ഒരു ദിവസം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളാണ് ഇവിടെ ഒരു ദിവസം അത്രയേറെ ആളുകൾ വരുന്നുണ്ട്, അത്രയധികം കച്ചവടവും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഒരു വലിയ പ്രയാസം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷാമം നേരിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാസം ഇവർ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്തൊന്നും തന്നെ അത് ലഭ്യമാകുന്നില്ല എന്നുള്ള ഒരു പ്രയാസമാണ് പങ്കുവയ്ക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടം, അതുപോലെ എത്ര ദിവസം ഈ ഗ്യാസ് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും? എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ളൊരു അറിയിപ്പ്? ഞങ്ങൾക്കൊരു ദിവസം 3 കുറ്റി ഗ്യാസ് വേണം. ഒരു കുറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് നടക്കില്ല. ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടും കിട്ടുന്നില്ല. ബുക്ക് ചെയ്തിട്ടും കിട്ടുന്നില്ല. ഭയങ്കര പ്രശ്നത്തിലേക്കാണ്. തൊഴിലാളികളും കഷ്ടപ്പെടുകയാണ്. എത്ര സ്റ്റാഫുണ്ട്? 9 സ്റ്റാഫുണ്ട്. രാവിലെ 5 മണിയോടെ സ്റ്റാർട്ട് ചെയ്ത് രാത്രി 10 മണി വരെ. എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗ്യാസ് ഏജൻസികൾ പറയുന്നത്? ഗ്യാസ് കിട്ടുന്നില്ല എന്നാ പറയും. യുദ്ധം കാരണം ഗ്യാസ് കിട്ടുന്നില്ല അങ്ങനെ പറയും. ഇതിൻ്റെ ഹോട്ടൽ ഉടമ അതുപോലെ ജീവനക്കാരൊക്കെ വലിയ പ്രയാസത്തിലേക്ക് പോകുന്നു. അവരൊക്കെ നാട്ടിലേക്ക് പോകാൻ പോവാണ്. ഇനി തുറക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് കട ഇനി തുറക്കാൻ കഴിയില്ല. ഇന്നും കൂടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഇന്നലെ മുതൽ അതിനെ ക്ഷാമം പറയുന്നുണ്ട്. 2 ദിവസമായി. വലിയൊരു പ്രയാസത്തിൽ തന്നെയാണ് ഈ ഹോട്ടൽ ഉടമയും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരും ഉള്ളത്. 9 ജീവനക്കാരുണ്ട്. അതുപോലെ അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരും 9 വ്യക്തി എന്ന് പറയുമ്പോൾ 9 കുടുംബം ആ വിധത്തിലാണ് കഴിഞ്ഞു കൂടുന്നത്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അത് ആ ഒരു ഭാഗത്തെ, അതായത് ഹോട്ടൽ ഉടമകളെയും അതുപോലെ തന്നെ ഹോട്ടൽ ജീവനക്കാരെയും മാത്രമല്ല ബുദ്ധിമുട്ടിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ പലയിടങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരൊക്കെ ഈ ഭാഗങ്ങളുണ്ട്. അങ്ങനെ വന്ന് താമസിക്കുന്നവർക്ക് ഏറെ ആശ്രയമാകുന്നത് ഹോട്ടലുകൾ തന്നെയാണ്. ഹായ് ഏട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ വെള്ളിപറമ്പാണ് വീട്. ഹോട്ടൽ ഭക്ഷണമാണോ പ്രധാനമായിട്ട്? അധികം ഹോട്ടൽ ഭക്ഷണമാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഗ്യാസിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലേ? കിട്ടുന്നില്ല. ഗ്യാസിന് ബുദ്ധിമുട്ടാകുമ്പോൾ ഭക്ഷണത്തിന് വില കൂടും, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ രാവിലെ വൈകുന്നേരമൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പം ഗ്യാസിന് വില കൂടിയാൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഫുഡിന് അവർ പൈസ കൂട്ടും. അപ്പോൾ അതിനൊരു നിയമ നടപടികളൊക്കെ എടുത്ത് അതൊരു കണ്ടീഷനിൽ എത്തിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അതിനൊരു പരിഹാരം കണ്ടെത്തൂലേ? കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതിന് ഉടനടി പരിഹാരം കണ്ടെത്തണം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും, ഹോട്ടലിലൊക്കെ അടച്ചു പോകും. വളരെ ബുദ്ധിമുട്ടിൽ ആണ് ഇപ്പം പോകുന്നത്. ഇനിയിപ്പോൾ അവർ അടുത്ത് തന്നെ ഒരു ഫുഡിന് വില കൂട്ടും. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല. ആ സ്ഥിതിയിലാണിപ്പോൾ. അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഒരു സിലിണ്ടറും 2 സിലിണ്ടറും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഹോട്ടലുകൾ നടത്തുന്നവരൊക്കെ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട്. അതിൽ പല ഹോട്ടലുകളും ഇതിനോടകം തന്നെ പൂട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇടത്ത് 3 സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈനംദിന കാര്യങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കൂടെ ഉപയോഗിക്കാനുള്ള ഗ്യാസ് മാത്രമാണ് ഉള്ളത് എന്നാണ് ഉടമയും അതുപോലെ തന്നെ ജീവനക്കാരും പറയുന്നത്. ഈ വിധത്തിലാണ് പോകുന്നതെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ ഹോട്ടൽ പൂട്ടേണ്ടി വരും എന്ന ഒരു ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, ഇവരെ ആശ്രയിച്ച് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന നിരവധി പേരുണ്ട്. അവരും വലിയ പ്രയാസത്തിലേക്ക് പോവുകയാണ്. അവരുടെ റൂമുകളിൽ പലയിടങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അവരുടെ റൂമുകളിൽ കുക്കിങ്ങിന് സൗകര്യമൊന്നും ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകൾ മാത്രം ആശ്രയിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരും വലിയൊരു പ്രയാസത്തിലേക്ക് പോകുന്നു. അതിൻ്റെയൊക്കെ ഒരു ആശങ്കയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്.